നമ്മുടെ ചാനലിൽ ഞാൻ വീഡിയോ ഇട്ട് കുറേ നാളായി. കാരണം വേറെ ഒന്നുമല്ല, മടിയാണ്. അപ്പോൾ ഇങ്ങനെ മടി പിടിച്ചിരുന്നാൽ ശരിയാവില്ല എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഒരു വീഡിയോ ആക്കി ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോവാം. ഇന്നലെയാണ് ഞാനും വാപ്പായും കൂടെ നമ്മുടെ വീട്ടിൽ അടുക്കള പെയിൻ്റ് അടിച്ചത്. അന്നേരം അടുക്കളയിൽ ഇരുന്ന് കുറേ പുരാവസ്തുക്കൾ എടുത്ത് പുറത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അതെല്ലാം കഴുകി വൃത്തിയാക്കി വെക്കുകയാണ്. അപ്പോൾ ഇന്ന് ഇതൊക്കെ ചെയ്യാൻ ഞാൻ ഒറ്റയ്ക്കുള്ളൂ. വാപ്പ ജോലിക്ക് പോയി. ഈ വക കാര്യങ്ങളൊക്കെ പൊതുവെ ഉമ്മയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഉമ്മ വീട്ടിലില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യേണ്ടി വരുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഞാൻ വാർത്തയും കേട്ട് പലഹാരങ്ങളൊക്കെ തിന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സമയം ഏതാണ്ട് ഉച്ചയ്ക്ക് 1 മണിയായി. പിന്നെ ഉച്ചയ്ക്ക് ചോറ് കഴിക്കാനുള്ള സമയമായി. വീട്ടിൽ ഉമ്മ ഇല്ലാത്തതുകൊണ്ട് ചോറുണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് ചോറ് കഴിക്കാനായിട്ട് മൂത്തുമ്മയുടെ വീട്ടിൽ പോകാനായിട്ട് റെഡിയാവുകയാണ് ഞാൻ. അങ്ങനെ റെഡിയായി പോകാനിറങ്ങിയപ്പോഴാണ് ശക്തമായിട്ടുള്ള മഴ പെയ്യുന്നത്. നല്ല ശക്തമായ മഴയെന്ന് വാർത്തയിലും പറയുന്നുണ്ടായിരുന്നു. മഴക്കാലത്തെ ട്രെൻഡിങ് ആണ് ഈ 100 രൂപയുടെ റെയിൻകോട്ട്. മഴ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ റെയിൻകോട്ട് വിട്ട് കടയിൽ പോയി പഴവും വാങ്ങി പെട്രോളും അടിച്ച് നേരെ പോയത് മൂത്തുമ്മയുടെ വീട്ടിലോട്ടാണ്. കയ്യും കഴുകി ചോറ് തിന്നാൻ പോകുമായിരുന്ന എൻ്റെ അടുത്ത് ഉമ്മ പറയാണ്, പോയി തേങ്ങ പൊതിച്ചുകൊണ്ട് പോകാൻ, എന്നിട്ട് ചോറ് തിന്നാം. അങ്ങനെ തേങ്ങ പൊതിച്ചു കൊടുത്തപ്പോൾ മൂത്തുമ്മ പറയാണ്, പറമ്പിൽ 2 ചക്ക നടപ്പുണ്ട്, അതെടുത്തുകൊണ്ട് വെക്കാനും. അത് കഴിഞ്ഞപ്പോൾ അടുത്ത ടാസ്ക്, വീട്ടിൻ്റെ മണ്ടയിൽ വെള്ളം കെട്ടി കിടപ്പുണ്ട്, അതെങ്ങനെയും കുത്തി തുറന്ന് വിടണം. ഞാൻ എൻ്റെ സർവൈവൽ സ്കില്ലെല്ലാം ഉപയോഗിച്ച് വെള്ളം കുത്തി തുറന്ന് കളഞ്ഞു. എന്നിട്ട് കാലും കഴുകി വൃത്തിയായി നേരെ അടുക്കളയിൽ ചെന്ന് ചോറ് ചോദിച്ചു. ഇങ്ങനെ പണിയൊക്കെ എടുത്ത് അധ്വാനിച്ച് ചോറ് തിന്നതിൻ്റെ ഫീല് വേറൊന്നാണ്. വയറ് കയറിയ ചോറൊക്കെ തിരിച്ചിട്ട് അടുത്ത പണി തരാനായിരുന്നു അവരുടെ പ്ലാൻ. റൂമിലെ എച്ചം വലയൊക്കെ അടിച്ച് റൂം തുടച്ച് വൃത്തിയാക്കി ക്ലീനാക്കി ഇടാനായിരുന്നു അടുത്ത ടാസ്ക്. എനിക്കാണെങ്കിൽ ഇങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും ചെയ്ത് ശീലമൊന്നുമില്ല. പിന്നെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ. അത് കഴിഞ്ഞപ്പോൾ പഴയ തുണികളെ കൊണ്ട് കഴുകാൻ പറഞ്ഞു. വാഷിംഗ് മെഷീൻ ഉള്ളതുകൊണ്ട് ആ പണി എനിക്ക് കുറഞ്ഞു കിട്ടി. ഇനിയും ഇവിടെ നിൽക്കുന്ന അത്ര പന്തിയായിട്ട് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് രാത്രിയത്തേക്കുള്ള ഫുഡും മേടിച്ചുകൊണ്ട് ഞാൻ അവിടെ നിന്ന് പോയി. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.